തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയുടെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്ന് കുറിപ്പിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം ഉച്ചയ്ക്ക് വെള്ളനാട്ടെ വീട്ടിൽ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ സംഭവത്തെപ്പറ്റി പോലീസ് അടക്കം പറയുന്നത്? വേണു, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിലാണ് അബോധാവസ്ഥയിൽ ഡോക്ടറെ ആദ്യം കാണുന്നത്. വീട്ടുകാർ ഡോക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടറെ ഫോണിൽ കിട്ടിയിരുന്നില്ല. പിന്നാലെയാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഹൗസ് ഓണറെ അടക്കം വിവരമറിയിക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അബോധാവസ്ഥയിൽ ഡോക്ടറെ കണ്ടെത്തി പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചുവെന്നതാണ് ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. ഇതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഈ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നതാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഡോക്ടർ അഭിരാമി എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നതാണ് പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും തിരുവനന്തപുരം വെള്ളനാട്ടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. ഉച്ചയോടെ ആയിരിക്കും സംസ്കാരം നടക്കുന്നത്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഡോക്ടർ അഭിരാമി എന്നതാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ OPയിൽ അഭിരാമി സേവനമനുഷ്ഠിച്ചിരുന്നു. പെട്ടെന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകർ അടക്കമുള്ളത്. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ ഉയർന്ന റാങ്കോട് കൂടിയാണ് MBBSന് പ്രവേശനം ലഭിച്ചത്. പിന്നീട് PGക്കും ഉയർന്ന റാങ്കോട് കൂടിയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശനമടക്കം നേടിയത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും സഹപ്രവർത്തകരും അടക്കമുള്ളത്. എന്തായാലും വിശദ അന്വേഷണം നടത്തുമെന്നാണ് പോലീസും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വേണു, പ്രതീക്ഷ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു പരാമർശവും ഇല്ലെങ്കിൽ പോലും മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. ഇത് സംബന്ധിച്ച് വീട്ടുകാരോ സഹപ്രവർത്തകരോ പോലീസോ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? വേണു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ഒരു മരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ ഒന്നും ഇല്ല എന്നാണ് കുടുംബമടക്കം പ്രാഥമികമായി നൽകുന്ന വിവരം. സഹപ്രവർത്തകരോടക്കം സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു സൂചനകളും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ലഭിക്കുന്നത്. ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസ് അടക്കം നൽകുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ സ്ഥിരീകരണങ്ങൾ അറിയുകയുള്ളൂ. എന്താണ് ഇതിന്റെ കാരണമെന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും കുടുംബത്തിന്റെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. 4 മാസം മുമ്പായിരുന്നു അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത്. എന്തായാലും ഈ സംസ്കാരം ഉച്ചയോടുകൂടി നടക്കും. അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.